ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഒരു ഓർഗനൈസേഷനകത്ത് കാണാൻ സാധിക്കുന്ന 6 തരത്തിലുള്ള ഡിഫറെൻറ്റ് എംപ്ലോയീസിനെ കുറിച്ചാണ്. ഈ 6 തരത്തിലാണ് സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷനകത്ത്, നിങ്ങളുടെ ഓർഗനൈസേഷനകത്താണെങ്കിലും ഈ 6-ൽ ഒന്നായിട്ട് ഒരു എംപ്ലോയിനെ കാറ്റഗറൈസ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എനർജൈസേഴ്സാണ്. ഇവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും, എന്ത് പരിപാടിക്കും ഇവർ മുന്നിലുണ്ടാവും. ഇവർ ഗോ ഗെറ്റേഴ്സാണ്. ഇവർ ആത്മാഭിമാനം വളരെ, അതായത് സെൽഫ് എസ്റ്റീം വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. ഒരു കാരണവശാലും ഇവർക്ക് ചീത്തൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവർ മോശമായെന്ന് കേൾക്കാൻ ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ടാർഗറ്റ് കൊടുത്താലും അവർ ആ ടാർഗറ്റിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ചത്തു പണിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പണിയെടുത്ത് ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും അത് അച്ചീവ് ചെയ്തിരിക്കും. ഇവർക്ക് ശക്തമായ ഗ്രോത്ത് ഉണ്ടാവും. ഇവർ മിക്കവാറും മാനേജ്മെന്റിന് പ്രിയപ്പെട്ടവരുമായിരിക്കും. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ഇവർ ജീവിതത്തിലും പലപ്പോഴും ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. കാരണം എന്ത് കാര്യവും അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. ഇത്തരത്തിലുള്ള എംപ്ലോയീസ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാറുള്ളൂ. പലപ്പോഴും 5% താഴെ മാത്രമാണ് ഇത്തരത്തിൽ എനർജൈസിങ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു കൂട്ടം എംപ്ലോയീസിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഓർഗനൈസേഷനെ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ എനർജൈസേഴ്സ് എന്ന് പറയുന്ന എംപ്ലോയീസ് നമ്മളുടെ ട്രഷറാണ്, ഒരു സംശയമില്ല. അടുത്ത ഒരു കൈൻഡ് ഓഫ് ആളുകൾ ടീമേഴ്സാണ്. ടീമേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അവർ ഒരു ടീമിനകത്താണെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. അവർക്കൊരു സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. ടീം പ്ലേയേഴ്സാണ്, നന്നായി കോർഡിനേറ്റ് ചെയ്യും, നല്ല പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസാണ്. ആളുകളുമായിട്ട് നന്നായി ഒത്തുപോകും, സംസാരിക്കും, നല്ല സംസാരപ്രിയരായിരിക്കും, എല്ലാവരുമായിട്ട് ചിരിച്ചൊക്കെ ഇടപഴകുന്ന ആൾക്കാരായിരിക്കും. ടീമിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. എന്നാൽ ഒറ്റയ്ക്ക് അവർ അത്ര എഫക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ടീം വരുന്ന സമയത്ത് അവർ എനർജൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ടീം പ്ലേയേഴ്സ് ആയിട്ടുള്ള ഒരു പറ്റം ആളുകളുണ്ട്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ എനർജൈസർ കാറ്റഗറിയിലുള്ള ആൾക്കാർ ടീം പ്ലേയേഴ്സ് ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ പക്ക ടീം പ്ലേയേഴ്സ് ആണ്. ഒരു ടീം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ പലപ്പോഴും ഈ എനർജൈസറിൻ്റെ ടീമിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ആളുകളാവാറുണ്ട്. നല്ല ടീം പ്ലേയേഴ്സ് ആണെങ്കിൽ എനർജൈസേഴ്സായിട്ട് നന്നായിട്ട് ജെൽ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓർഗനൈസേഷന് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ ഭയങ്കര ഫ്രണ്ട് റണ്ണേഴ്സ് ആയിരിക്കില്ല. ഒരു 5 മുതൽ 10% ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഒരു 15% വരെ ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടാൻ. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കണം. കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഒരുപാട് ഇമോഷണലി ഒക്കെ വൾണറബിൾ ആയിട്ടുള്ള ആളുകളാവരുത്. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടുത്തത് ലേണേഴ്സാണ്. ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇവർ പെർഫോമർ ആവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവരോടും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൂടെ, അപ്ഡേറ്റ് ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ടീമിൻ്റെ മുന്നിൽ വന്ന് പ്രസൻറ്റ് ചെയ്യും. വാട്സാപ്പിലൊക്കെ പുതിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. എന്താ ആൾക്കാർ ലേണേഴ്സ്, കോൺസ്റ്റൻറ്റ് ലേണേഴ്സാണ്, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ലേണിങ്ങിനും നോളജിനും വില കൊടുക്കുന്നവരാണ്. എന്നാൽ ഇവർ വലിയ പെർഫോമർ ആവണം നിർബന്ധമില്ല. എന്നാൽ വളരെ മോശം പെർഫോമേഴ്സ് ആവാറില്ല സാധാരണഗതിയിൽ. ഇവർ മീഡിയം ലെവൽ പെർഫോമേഴ്സ് ആണ്, എന്നാൽ ലേണേഴ്സാണ്. ഈ ലേണിംഗ് കൂടി ഉണ്ടെങ്കിൽ, എനർജൈസറിൻ്റെ കൂടെ ലേണിംഗ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, അപൂർവം ഉണ്ടാവാറുള്ളൂ. സാധാരണ ഈ ലേണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ലേണിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് പെർഫോമൻസിൽ ഒരല്പം താഴെ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ഭാഗം കൂടി കുറച്ചുകൂടി, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പെർഫോമൻസ് ഭാഗം കൂടി കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇവർ നല്ല കിട്ടിലൻ എംപ്ലോയീസ് ആയിട്ട് മാറും. അടുത്തത് ലോൺ വൂൾഫ്സ് ആണ്. ഒറ്റയ്ക്കുള്ള ചെന്നായ പ്രശ്നക്കാരനാണ്. ഒറ്റയ്ക്കാണെങ്കിൽ കിട്ടിലാണ്. ചില സമയത്ത് ചില എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ടാവും, പെർട്ടിക്കുലർലി ടെലികോളിങ്ങിലും ഫീൽഡ് സെയിൽസിലും ഒക്കെ ഉള്ള എക്സിക്യൂട്ടീവ്സ്. ഒറ്റയ്ക്ക് ഇവർ ഭയങ്കര പെർഫോമർ ആയിരിക്കും. ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ക്രാക്ക് ചെയ്യും, വലിയ സെയിൽസ് പിടിക്കും. അല്ലെങ്കിൽ ഒരു നമുക്ക് 5 റൂട്ട് ഉണ്ടെങ്കിൽ 1 റൂട്ട് മാത്രം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അത് ഇവൻ്റെ റൂട്ടായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മാനേജറാക്കാൻ തീരുമാനിക്കും. കാരണം എല്ലാ റൂട്ടിലേക്കും ഈ സ്കില്ല് വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇവൻ്റെ മാനേജറൽ സ്കില്ല് ഭയങ്കര പൂറായിരിക്കും. കാരണം ഇവനെ ഒറ്റയ്ക്ക് ഒരാളായിട്ട് കോർഡിനേഷനോ കമ്മ്യൂണിക്കേഷനോ ഒരു പരിപാടിയും പാടില്ല. അവൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു, ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് മാത്രമേ അവന് പറ്റുള്ളൂ. അപ്പോൾ നല്ല എക്സിക്യൂട്ടീവാണ്. പക്ഷെ അവിടെയാണ് ഇത്തരം ചില പെർട്ടിക്കുലർ ട്രൈറ്റ്സ് കാണുമ്പോൾ ഇവരെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു നല്ല മാനേജറുടെ കഴിവ്. അപ്പോൾ ഒരു ലോൺ വൂൾഫിന് ചിലപ്പം അവന് ഇഷ്ടപ്പെട്ട, അവനൊരു ഫ്രീഡം കിട്ടുന്ന തരത്തിൽ, അവന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും സൂപ്പറായിരിക്കും. അടുത്തത് ഡ്രാമ ആർട്ടിസ്റ്റാണ്. അടുത്ത ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവന് പണിയെടുക്കാൻ ഉദ്ദേശമില്ല. അപ്പോൾ ഇവൻ ഇതിനു വേണ്ടി പല തരത്തിലുള്ള ഡ്രാമകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ പ്രശ്നമുണ്ട്, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഈ AC-ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് കാരണം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിലിറ്റി കിട്ടുന്നില്ല, മറ്റേ പുള്ളി ഇതെനിക്ക് അയച്ചു തരാത്തതുകൊണ്ട് എനിക്കത് കറക്റ്റ് സമയത്ത് തീർക്കാൻ പറ്റിയിട്ടില്ല, എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ഇമോഷണലായിട്ട് അഭിനയിക്കുക, ഒരു വിക്റ്റിമായിട്ട് പ്ലേ ചെയ്യുക.
ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവർക്കുണ്ടാവും. മാത്രമല്ല ഇവർ പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇൻസെൻറ്റീവ് തരാമെന്ന് പറയും, ഇൻസെൻറ്റീവ് തരുമൊന്നുമില്ല. മറ്റേ രാജേഷിന് അങ്ങനെ സംഭവിച്ചില്ലേ, ഇന്ന ആൾക്ക് ഇങ്ങനെ ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള റൂമേഴ്സ് പ്രചരിപ്പിക്കുക കൂടി ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡ്രാമ. പിന്നെ അവർ പെർസീവ് ചെയ്യുന്ന രീതി തന്നെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, വേറെ തരത്തിലായിരിക്കും പെർസീവ് ചെയ്യുന്നത്. ഒരാൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു കമൻ്റ് ആയിരിക്കും, അതിന് ഒരു ഭയങ്കര സംഭവമാക്കിയെടുത്ത് ഇവരുടേതായിട്ടുള്ള പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് ബലിപ്പിച്ച് ഇതിനെ ഒരു വലിയ സംഭവമാക്കി ഊതിപ്പെരുപ്പിച്ച് ആ ഓർഗനൈസേഷനെ തന്നെ എൻ്റയർ കൾച്ചറിനെ ടോക്സിക്കായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഈ ഡ്രാമ ആർട്ടിസ്റ്റുകൾ. അടുത്തത് സ്റ്റക്കായിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റക്കായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാൻ പാടില്ല ഇവർ എന്ത് പ്രൊഫഷനിലേക്കാണ് പോകണ്ടേ, ഇവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം. ഇവർ കൺഫ്യൂസ്ഡ് ആണ്, ഇത് തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പഠിക്കില്ല. കാരണം ഇത് തന്നെയാണോ ചെയ്യേണ്ടതെന്ന് ഉറപ്പില്ലല്ലോ, വെറുതെ പഠിച്ച സമയങ്ങളുണ്ടല്ലോ, പഠിക്കില്ല. ഇവരാരെയും അനുസരിക്കില്ല. ഇവർക്ക് ഇവിടെ നിൽക്കണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടാവില്ല. അവരെ കൊണ്ട് ഓർഗനൈസേഷനോ അവർക്കോ പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ മാനേജ്മെൻറ്റ് തന്നെ ഇടപെട്ട് ക്ലാരിറ്റി ഉണ്ടാക്കി അവരെ ആ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ കർത്തവ്യം. അപ്പോൾ ഇത്തരത്തിൽ 6 തരത്തിലുള്ള ആളുകളുണ്ട്. ഇവരെ ഓരോരുത്തരെയും ഡീൽ ചെയ്യേണ്ട രീതികൾ വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ പറയുക, കമൻ്റായിട്ട് എഴുതുക. തീർച്ചയായിട്ടും അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓൾ ദ ബെസ്റ്റ്.